മുകൾ ഭാഗത്തേക്ക് ഒന്ന് സൂം ചെയ്താൽ കാണാം. ആ ഭാഗത്താണ് ഉരുൾപൊട്ടലിൻ്റെ പ്രഭവസ്ഥാനം ഉണ്ടായത്. അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തൊക്കെ പുതിയതായി നീർച്ചാലുകൾ രൂപപ്പെട്ടിരിക്കുന്നു. വെള്ള നിറത്തിലും വെള്ളം കലങ്ങി മറിഞ്ഞൊഴുകുന്ന തരത്തിലുമൊക്കെ നീർച്ചാലുകൾ രൂപപ്പെട്ടിരുന്നു. നമ്മൾ എത്തിയ സമയത്ത് കോടമഞ്ഞ് മൂടിയ സ്ഥിതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ അല്പം മാറി നിൽക്കുന്നുണ്ട്. മഴയ്ക്ക് അല്പം ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ വ്യക്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ വ്യക്തമാണ് ദീപക് മോഹൻ. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഉരുൾപൊട്ടി വന്ന ഭാഗം, അതൊരു ഭാഗത്തൊരു വലിയ വിള്ളലായി തന്നെ കിടക്കുന്നുണ്ട്. അതിലേക്കും ഈ വെള്ളം വരുന്നുണ്ട്. ആ ഭാഗത്താണ് ഈ കലങ്ങി വരുന്ന വെള്ളം വരുന്നത്. അതായത് ഇപ്പോൾ ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് രീതിയിലാണ് അവിടെ നിന്ന് ഇപ്പോൾ വെള്ളം കുത്തിയൊഴുകി വരുന്നത്. പുന്നപ്പുഴയിലേക്ക് ചേരുമ്പോൾ അത് കലങ്ങി മറിഞ്ഞൊഴുകുകയാണ്. അത് ഉരുൾപൊട്ടലിന്റെ നേരത്തെ ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങൾ, കല്ലും മണ്ണും പാറകളും ഒക്കെ ചേർന്നൊഴുകി വരുന്നതാണ്. എന്നാൽ അതല്ലാതെ ഫ്രഷ് സ്ട്രീംസ്, പുതിയ നീർച്ചാലുകൾ ഉണ്ട് എന്നതും വ്യക്തമാണ്. അതെ സുജിയ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴയോട് ചേർന്ന് തന്നെ ഒരു ചെറിയ അരുവി, നീർച്ചാലുകൾ രൂപപ്പെട്ട ദൃശ്യമുണ്ട്. ഇതിലായിരുന്നു മുൻപ് പുന്നപ്പുഴ ഒഴുകിയിരുന്നത്. ഈ തൊട്ട് താഴ്ഭാഗത്തായി സീതമക്കുണ്ട് എന്നൊരു വെള്ളച്ചാട്ടമൊക്കെ മുൻപുണ്ടായിരുന്നു. ഈ പുതിയതായി ഉണ്ടായ നീർച്ചാലിലാണ് മുൻപ് പുന്നപ്പുഴ ഒഴുകിയിരുന്നത്. പക്ഷേ ഉരുൾപൊട്ടലിനെ തുടർന്ന് ആ ഭാഗത്തൊക്കെ മണ്ണും കല്ലും കൂറ്റൻ മരങ്ങളുമൊക്കെ വന്നടിഞ്ഞതിനെ തുടർന്ന് പുഴ ദിശ മാറി ഒഴുകി. ആ ഭാഗമാണ് കലങ്ങി മറിഞ്ഞൊഴുകുന്ന രീതിയിൽ നമ്മൾ കാണുന്ന മറ്റൊരിടം. ആ ഭാഗത്തേക്ക് വനറാണി എസ്റ്റേറ്റിൽ നിന്ന്, ആ തൊട്ട എതിർഭാഗത്ത് കാണുന്ന എസ്റ്റേറ്റാണ് വനറാണി. ആ വനറാണി എസ്റ്റേറ്റിലൂടെ പുതിയതായി ഉണ്ടായ ഫ്രഷ് സ്ട്രീമിൽ നിന്നുള്ള ഒഴുക്കാണ് ഈ പുന്നപ്പുഴയിലേക്കുള്ള കലങ്ങി മറിഞ്ഞൊഴുകുന്ന വെള്ളത്തിലേക്ക് പതിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സുജിയ, സ്പോട്ട് റിപ്പോർട്ടിംഗ് ആണ് ഇപ്പോൾ ദീപക് മോഹൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുഞ്ചിരിമട്ടത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിൽ മാത്രം. ഉരുൾപൊട്ടലല്ല എന്നത് അധികൃതർ പറയുമ്പോഴും മേഖലയിൽ ദുർബലമായി കിടക്കുന്ന ഭാഗങ്ങളിൽ പുതിയ നീർച്ചാലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു സൂചന കൂടിയാകാം എന്നല്ലേ നമ്മൾ കരുതേണ്ടത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് മഴയില്ല, എന്നാൽ മലയോരത്ത് വനത്തിൽ മഴ പെയ്യുന്നുണ്ട് എന്ന് വേണം കരുതാനല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഈ മലയുടെ അടിവാരത്തൊക്കെ ശക്തമായ മഴ പെയ്തിരുന്നു. നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്ത് ഇനിയും ഇടിഞ്ഞു വീഴാൻ തയ്യാറായി നിന്നിരുന്ന രീതിയിലുള്ള മണ്ണുകൾ, പുതിർന്നു കിടന്നിരുന്ന മണ്ണ് മൊത്തമായി ഇടിഞ്ഞ് ആ ഭാഗത്തേക്ക് വീണതുകൊണ്ടാണ് പുഴയിൽ കലങ്ങിയ വെള്ളം വരുന്നതെന്നാണ് വനംവകുപ്പിന്റെ ജീവനക്കാരൻ പറഞ്ഞത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുഞ്ചിരിമട്ടത്താണ്. ഇതാണ് പുഞ്ചിരിമട്ടം ജുമാ മസ്ജിദ്. ഈ മസ്ജിദൊക്കെ ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്ന് വലിയ മണ്ണും പാറകളും ഒക്കെ വന്ന് മൂടിയിരുന്നു. പിന്നീട് ഈ ഭാഗമൊക്കെ വൃത്തിയാക്കി അതിനുശേഷം ശക്തമായി ഉണ്ടായ കനത്ത മഴയെ തുടർന്നാണ് ഈ മേഖലയിലൊക്കെ ഇപ്പോൾ വീണ്ടും മണ്ണിടിച്ചിൽ സമാനമായ രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയത്. സുജയ, ഓക്കെ, വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ദീപക് മോഹൻ. ഇപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ടോ, അതോ രാവിലെ ഉണ്ടായിരുന്ന അതുപോലെയാണോ, അതോ കൂടിയിട്ടുണ്ടോ? എന്താണ് സാഹചര്യം? സുജയ, നമ്മൾ എത്തിയ സമയത്ത് ബെയിലിപ്പാലത്തിന് സമീപത്തേക്ക് വെള്ളം എത്തിയിരുന്നു. പക്ഷേ അല്പസമയം പൊടുന്നനെയാണ് ഭൂരിഭാഗം തൊഴിലാളികളെയും ചൂരൽമലയിലേക്ക് എത്തിച്ച സമയത്ത് ശക്തമായ കുത്തൊഴുക്കുണ്ടായത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ഭാഗത്തൊക്കെ കനത്ത മഴ പെയ്യുന്നുണ്ട്. ജലനിരപ്പ് ഉയർന്നു തന്നെ കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ഭാഗത്ത്, അതായത് ഈ കലങ്ങി മറിഞ്ഞൊഴുകി വരുന്ന വെള്ളം വന്നിടിച്ച മൺതിട്ടയിൽ നിന്ന് മൺതിട്ട ഇടിഞ്ഞു പോയതിൻ്റെ ദൃശ്യങ്ങളാണ്. ആ ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്ന് രൂപപ്പെട്ട മൺതിട്ടയാണ് പിന്നീട് ശക്തമായി ഇന്നലെ പെയ്ത കനത്ത മഴയെ തുടർന്ന് ഇടിഞ്ഞു പോയത്. ഈ ഭാഗത്തുണ്ടായ മണ്ണും ചെളിയുമെല്ലാമാണ് പുന്നപ്പുഴയിലൂടെ ഒഴുകി ബെയിലിപ്പാലത്തിന് സമീപത്തേക്ക് എത്തുകയും ബെയിലിപ്പാലത്തിലെ പുന്നപ്പുഴയിലെ ജലനിരപ്പ് ഉയരാൻ കാരണമായതെന്നാണ് വനംവകുപ്പിന്റെ ജീവനക്കാർ പറയുന്നത്. നിലവിൽ പുഞ്ചിരിമട്ടത്തിന് മുകൾ ഭാഗത്തേക്ക് പോകാൻ സാധ്യമല്ല. ആ ഭാഗത്തൊക്കെ ഉള്ള തൊഴിലാളികളെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ റോഡുകളിലൊക്കെ ശക്തമായ മഴ പെയ്ത് റോഡിലൂടെ വെള്ളം കുത്തിയൊഴുകി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് വനംവകുപ്പിന്റെ മുണ്ടക്കൈ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ നമ്മളോട് പറഞ്ഞത്. അവർ നേരത്തെ തന്നെ ഇവിടെ എത്തി ഇവിടെയുള്ള തൊഴിലാളികൾ ഇവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന സമയത്താണ് നമ്മൾ ഈ മേഖലയിലേക്ക് എത്തിയത്. ഏതായാലും കനത്ത മഴയിൽ പുതിയതായി നീർച്ചാലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് നേരത്തെ വന്നടിഞ്ഞുകൂടിയ മൺതിട്ടകൾക്ക് മുകളിലൂടെ ഒഴുകിപ്പോകുന്നു. നേരത്തെ വന്നടിഞ്ഞ മൺതിട്ടകൾ പലയിടങ്ങളിലും തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം പുതിയതായി രൂപപ്പെട്ട നീർച്ചാലുകൾ ഈ കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുന്നപ്പുഴയിലേക്ക് ചേർന്ന് ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ഇവിടെയുള്ളത്. സുജയ, അതായത് കനത്ത മഴയുടെ ഒരു പ്രതിഫലനമാണ് നമ്മൾ കാണുന്നത് എന്ന് ചുരുക്കി പറയാമല്ലേ ദീപക്? തീർച്ചയായും സുജയ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ പാറക്കല്ലുകളും മരങ്ങളുമെല്ലാം മുൻപുണ്ടായ ഉരുൾപൊട്ടലിൽ വന്ന് അടിഞ്ഞുകൂടിയതാണ്. പക്ഷേ അത്തരത്തിൽ രൂപപ്പെട്ട മൺതിട്ടകളും മൺകുന്നുകളുമൊക്കെയുണ്ട്.
കനത്ത മഴയെ തുടർന്ന് ആ മണ്ണിട്ടകളും കുന്നുകളുമൊക്കെ ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ പുഴയിലൂടെ, ഈ പുന്നപ്പുഴയിലൂടെയാണ് ഈ ഇടിഞ്ഞുപോയ മണ്ണിട്ടകളും മണ്ണും ചളിയുമെല്ലാം പുന്നപ്പുഴയിലൂടെ ബെയിലിപ്പാലത്തിനടിയിലൂടെ ജലനിരപ്പ് ഉയരാൻ കാരണമായത് എന്നും വനംവകുപ്പിന്റെ ജീവനക്കാർ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാകുന്നതും. സുജിയ, കനത്ത മഴയാണ്. ഇപ്പോൾ വയനാട്ടിൽ ഓറഞ്ച് അലേർട്ടുമായിട്ടുണ്ട്. അപ്പോൾ ഈ മഴ ഇങ്ങനെ തുടരാനുള്ള സാഹചര്യം തന്നെയല്ലേ നമ്മളിപ്പോൾ കാണുന്നത്? കാലാവസ്ഥാ മുന്നറിയിപ്പ് അങ്ങനെയല്ലേ ദീപക്? നിലവിൽ വയനാട്ടിൽ കനത്ത മഴയാണ്, ഇടവിട്ട കനത്ത മഴയാണ്. ഇന്നലെയൊക്കെ വയനാട്ടിൽ ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ പോലും റെഡ് അലർട്ടിന് സമാനമായ രീതിയിൽ പലയിടങ്ങളിലും കനത്ത മഴ പെയ്യുന്നുണ്ട്. ജില്ലയിലെ താഴ്ന്ന ഇടങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറി തുടങ്ങി. കഴിഞ്ഞ മാസം 3 ദിവസങ്ങളിൽ തുടർച്ചയായി 27, 28, 29 തീയതികളിൽ കനത്ത മഴയുണ്ടായിരുന്നു. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും കനത്ത മഴ പെയ്യുകയാണ്. നമ്മളിപ്പോൾ വന്ന സമയത്ത് തന്നെ ആ മേഖലയിൽ, അതായത് ആ മണ്ണിട്ടയിൽ വന്ന് ആ മണ്ണിട്ടയുടെ ഒരു ഭാഗം ഇടിഞ്ഞു പോകുന്ന ദൃശ്യം നമ്മൾ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്.